എല്ലാവരെയും ഈ യോഗ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിളക്കുകൊളുത്തി നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയേറിയിട്ടുള്ള ഒരു ശാസ്ത്ര പദ്ധതിയാണ് യോഗശാസ്ത്രം. അത് നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നമ്മുടെ ഈ പുതിയ സമൂഹത്തിന് ആധുനിക കാലഘട്ടത്തിൽ മാനവരാശിക്ക് മുഴുവൻ നല്ല രീതിയിലുള്ള ആരോഗ്യപൂർണമായ ഒരു ജീവിതം മനസ്സും ശരീരവും ഒരുമിച്ച് ആരോഗ്യപ്രദമാക്കാൻ പറ്റിയ ഈ യോഗ പഞ്ചായത്തിലെത്തി ഭഗവതി അവസാനിക്കുമ്പോൾ എത്ര യോഗേശ്വരൻ എന്ന മഹത്തായിട്ടുള്ള ആ ഒരു ശ്ലോകം യോഗേശ്വരനായ ധനുധരനായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ഒരു മനസ്സ് ആരോഗ്യമുള്ള ഒരു ശരീരം ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പരമ്പരയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവരുടെ അല്ലെങ്കിൽ പരിപാടിയുടെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ആശംസ ഞാൻ ചെയ്യുകയാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? ഇന്ന് ലോകം മുഴുവൻ 12ാമത് ഇൻ്റർനാഷണൽ യോഗാ ദിനമായി ആചരിക്കുകയാണ്. ലോകത്തിലെ ഏകദേശം 180-ൽ പരം രാജ്യങ്ങളിൽ ഈ യോഗ ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമിട്ടത് 2014 അധികാരത്തിൽ വന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് 2015 മുതൽ യോഗാ ദിനം എന്ന നിലയിൽ ഇത് ആചരിക്കാൻ തുടങ്ങിയത്. ഐക്യരാഷ്ട്രസഭ ഈ യോഗാ ദിനത്തെ അന്തർദേശീയ തലത്തിൽ തന്നെ ആചരിക്കണം എന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് ലോകത്തിലെ ചെറുതും വലുതുമായ രാജ്യങ്ങൾ, അത് കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറുമില്ലാതെ ചെറുതും വലുതുമായ ലോകത്തിലെ 180-ൽ പരം രാജ്യങ്ങളിൽ ഇന്ന് യോഗാ ദിനമായി ആചരിക്കുകയാണ്. ഇന്ന് യോഗ അഭ്യാസ പ്രകടനങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ വളരെ ഗംഭീരമായ രീതിയിലാണ് നടക്കുന്നത്. അവിടെയുള്ള ഭരണാധികാരികൾ തന്നെ നേരിട്ട് ഈ യോഗാ ദിനത്തിൽ പങ്കെടുത്ത് ജനങ്ങൾക്ക് വലിയ ഒരു മാതൃകയും പ്രതീക്ഷയും നൽകുകയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ നിന്നും നമ്മുടെ ഋഷി പരമ്പര രൂപപ്പെടുത്തിയെടുത്ത ഒരു വലിയ മാനവരാശിക്ക് നൽകിയ വലിയ ഒരു ആരോഗ്യ പ്രദാനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് യോഗ. അത് കേവലം ശാരീരികമായിട്ടുള്ള അഭ്യാസ പ്രകടനം മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു അച്ചടക്കവും മാനസികമായിട്ടുള്ള പരിശീലനവും കൊടുത്ത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പുരോഗതി അത് വ്യക്തിക്കും സമൂഹത്തിനും പകർന്നു കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഭാരതത്തിലെ ഋഷി പരമ്പര യോഗശാസ്ത്രത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. അത് വളരെ അപ്രസക്തമായി നിൽക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ യോഗശാസ്ത്രത്തിൻ്റെ ഗുണം അത് ഭാരതത്തിലുടനീളം മാത്രമല്ല ലോകത്തിന് തന്നെ ലഭിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നീക്കിയത് ഐക്യരാഷ്ട്രസഭ അതിന് അംഗീകാരം കൊടുത്തു. ഇന്ന് നമുക്ക് ഭാരതീയർക്കെല്ലാം വളരെ അഭിമാനകരമായ രീതിയിൽ ജൂൺ 21 യോഗ ദിനമായി ആചരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം വളരെ അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ അറിവും ആരോഗ്യവും, അതായത് ജൂൺ 19 വായനാ ദിനം, ജൂൺ 21 യോഗ ദിനം. അപ്പോൾ ഇത് രണ്ടിനും ഏകദേശം 1 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ അറിവും ആരോഗ്യവും അത്യന്താപേക്ഷിതമാണല്ലോ.
തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് 19-ന് വായനാ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു. വാസ്തവത്തിൽ വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് വായനാ ദിനം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനാ ദിനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ യുഗം വന്നപ്പോഴേ ആളുകൾക്ക് പുസ്തക വായന എന്ന ശീലം കുറഞ്ഞു തുടങ്ങുന്നുണ്ടോ എന്ന ഒരു സംശയം ശക്തിപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പം ധാരാളം പുസ്തകങ്ങൾ പല പ്രസിദ്ധീകരണശാലകളും പുതിയ പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. പണ്ടത്തെ രീതിയിലുള്ള വായന ഇന്നിപ്പം ഇല്ല എന്നുണ്ടെങ്കിലും വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പല പരിപാടികളും സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ തലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. വായനയിലൂടെ അക്ഷരങ്ങൾക്കിടയിലൂടെ ഉള്ള അറിവുകൾ നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ പുസ്തക വായനയിലൂടെ നേടിയെടുത്തിട്ടുള്ള അറിവുകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അൺടു ദി ലാസ്റ്റ് എന്ന പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരൻ്റെ റസ്ക് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുകയുണ്ടായി. ആ പുസ്തകം വായിച്ച് അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് പിന്നീട് അൺടു ദി ലാസ്റ്റ് എന്നുള്ള സർവോദയം എന്ന പേരിൽ നമ്മുടെ ഭാരതത്തിൽ മഹാത്മാഗാന്ധിജി കൊണ്ടുവന്നത് ആ പുസ്തക വായനകളിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലെയുള്ള അറിവുകൾ നേടിയിട്ടുള്ള ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ ലോകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ അറിവിൻ്റെ പകർന്നു കൊടുക്കുന്ന പുസ്തക വായനയിലൂടെ അറിവ് വർദ്ധിപ്പിക്കുന്ന വായനാ ദിനവും ഒരു 2 ദിവസം കഴിയുമ്പോൾ ലോകത്തിന് ഭാരതത്തിൻ്റെ യോഗശാസ്ത്രം അതിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുന്ന യോഗദിനവും ഇതിന് ചെറിയ 1-2 ദിവസത്തെ വ്യത്യാസത്തിനിടയിലാണെങ്കിൽ ഇതിനെ ഒരു കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ അത് പ്രദാനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ വലിയ തരത്തിലുള്ള ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വായനയും യോഗ, അതായത് അടൽജി ആണെങ്കിലും അതുപോലെ ഇപ്പം മോദിജി ആണെങ്കിലും എഴുത്തും വായനയും ഒരുപാട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുപോലെ തന്നെ യോഗയും, മോദിജി ആണെങ്കിൽ യോഗയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതെ, അത് അടൽജിയൊക്കെ ആണെങ്കിലും ഒരു കവി കൂടിയാണ്. വളരെ സഹൃദയനായിട്ടുള്ള ഒരു കവിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ഈ ആധ്യാത്മിക ശാസ്ത്രമുണ്ട്. ആ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ് യോഗശാസ്ത്രം. ആ യോഗശാസ്ത്രത്തിൻ്റെ മഹത്വം അത് മനുഷ്യർക്ക് പ്രയോജനപ്പെടണം എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഈ യോഗ ദിനത്തിന് തുടക്കം കുറിച്ചത്. അത് ഭാരതത്തിൽ ആദ്യം തുടങ്ങി, പിന്നീട് അത് UN എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ആശയം അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ലോകത്തിലെ ജനങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ഈ ആശയത്തെ അവർ സ്വീകരിച്ചു. അതാണ് ഈ ലോകത്ത് മുഴുവൻ ഇത്രയും രാജ്യങ്ങളിൽ ഇന്ന് യോഗ ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ശാസ്ത്ര പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. എല്ലാവരും സിമ്പിളായിട്ട് വളരെ സാവധാനം ചെയ്താൽ മതി. എല്ലാവരും ജോയിൻ ചെയ്യും. ബാക്കിൽ നിൽക്കുമല്ലോ, അയക്കാറാണ് ഇവിടെ നിൽക്കുമല്ലോ. ഇതേപോലെ തിരിച്ചിങ്ങോട്ട് വരണം. ഇതുപോലെ മുമ്പോട്ട് പോയാൽ പിറകിലോട്ട് വരണം. ആ സമയത്ത് കൈമുട്ട് ചേരും, ബാക്ക് ബോൺ ചേരും. ഒരുമിച്ച് എല്ലാവരും ചെയ്യാം. 3 ടൈംസ്. നേരെ മുന്നോട്ട് കൈ വരുമ്പോൾ ശ്വാസം, കൈ കാണുന്ന ശ്വാസം. 3 ടൈംസ്. അതുപോലെ പിറകിലോട്ട് ചെയ്യാം. അതുപോലെ കൈ ഇറക്കി വെക്കാം. ഇതുപോലെ കൈ വെക്കാം. നാലോ ഇറക്കുക. നേരെ ഇൻഹേൽ അപ്പ് ഡൗൺ. നിലത്തുള്ള കാല് അടിയുറക്കണം. ഇൻഹേൽ അപ്പ്, നേരെ ഡൗൺ. റൈറ്റ് അപ്പ്, ഇൻഹേൽ ഡൗൺ. സാവധാനം ചെയ്താൽ മതി. ലെഫ്റ്റ് അപ്പ്, ഡൗൺ. വളരെ സാവധാനം. നേരെ നോക്കി ചെയ്യണം. അരമാത്രം ചലിക്കും. എൻറ്റയർ ബോഡി സ്റ്റില്ലായിരിക്കും. ഇത് മാത്രമേ പോകും. വളരെ സാവധാനം. കൈകൾ സ്ട്രൈറ്റ്, കണ്ണുകൾ നേരെ. ഇരിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് തള്ളുക. ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന സൗകര്യം നമ്മൾ സുഖത്തിനാണ് യോഗ. വേദന
ശ്വാസം എടുത്തുകൊണ്ട് ബെൻഡ് ചെയ്യാം. ശ്വാസം നേരെ വെച്ചു. റൈറ്റ് സൈഡ് ഡൗൺ ചെയ്യുമ്പോൾ മടമ്പ് തൊട്ടു. ഇടത് കൈ നോക്കൂ. നമ്മൾ ത്രികോണാസന. തിരിച്ചു നമ്മൾ നേരെ വന്നു. ഇടത് കാലിലേക്ക് പോകും. കഴിയുന്ന പോലെ ചെയ്താൽ മതി. നിർബന്ധമില്ല. ഓക്കെ. റൈറ്റ് ടേൺ ഡൗൺ. അതുകൊണ്ട് എന്റെ കണ്ണു നേരെ. റൈറ്റ് ടേൺ റൈറ്റ് ഡൗൺ. ഇങ്ങോട്ട് കണ്ടോ. തിരിച്ച് നേരെ വരുക. അത് നേരെ റൈറ്റ് സൈഡ്. അപ്പൊ കാല് ഏറോടെ വരും. ഇങ്ങോട്ട് കമർന്നു. Straight, down, up, left turn, bend your knee. 3 times, 3 times.